ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ പല വഴികളും നോക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇനി അതൊക്കെ മറന്നോളൂ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് നോക്കൂട്ടാ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടും. എത്ര സമയം കഴിഞ്ഞാലും ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാവ് കുഴച്ച് നമുക്ക് ഫ്രിഡ്ജിൽ 4 ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. എപ്പോൾ എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാലും ചപ്പാത്തിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടാ. എങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ മാവ് കുഴച്ച് ചപ്പാത്തി റെഡിയാക്കണോ അതേ രീതിയിൽ തന്നെ ഉണ്ടാവും. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാവ് വേണോ അതനുസരിച്ച് എടുത്തോളൂട്ടാ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടാ. പുളിയില്ലാത്ത നല്ല കട്ട തൈര്. 1 കപ്പ് ഗോതമ്പ് മാവിന് 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കണത്. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് നല്ലോണം മാവിൽ മിക്സ് ആയിട്ടാവണേ. നമ്മൾ എപ്പോഴും ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഇട്ടാ, ചുടുവെള്ളമല്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടാ കുഴച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് ഈ മാവ് അരമണിക്കൂർ റെസ്റ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. ഒന്നും കൂടി നമുക്ക് കുഴച്ച് കൊടുക്കാം. കുഴച്ചതിന് ശേഷം ഈ മാവ് 2 ബോളാക്കുന്നുണ്ട് ഇട്ടാ. നമുക്ക് പരത്തിയെടുക്കാം. കല്ലിൽ കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രെഡ് ചെയ്യുക. ബോളിന്റെ മുകളിലും മാവ് സ്പ്രെഡ് ചെയ്യണ്ടേ. ഇതൊക്കെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് പരത്തണ പോലെ തന്നെ പരത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് 10 ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോ ബോൾസ് ആക്കി പരത്തണേക്കാട്ടിലും എളുപ്പമാണ്. നമ്മൾ നല്ല വട്ടത്തിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഹോൾ ഇടുന്നതിൻ്റെ കാരണം നമ്മൾ മടക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ പരത്തും. അപ്പം ഇവിടെ സ്പ്രെഡ് ചെയ്യണ എണ്ണ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ മടക്കിയിട്ട് പരത്തുമ്പോൾ എണ്ണ അങ്ങനെ പുറത്തേക്ക് വരും. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലെ ചപ്പാത്തി റെഡിയാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒട്ടും ഹാർഡാവില്ല കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആവും. ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ചപ്പാത്തി കിട്ടണേന്ന്. ഇതുപോലെ ഹോൾ ആക്കിയതിന് ശേഷം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. മടക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഭാഗത്ത് നിന്ന് മടക്കാം. നമുക്ക് മടക്കിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം മടക്കുമ്പോഴും ഇതുപോലെ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ. തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂട്ടാ. പിന്നെ നമുക്ക് എപ്പോൾ വേണോ ആ സമയത്ത് എടുത്ത് ഈ സ്റ്റെപ്പ് എല്ലാം ചെയ്തിട്ട് മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എപ്പോൾ വേണോ ആ സമയത്ത് എടുത്തിട്ട് ചപ്പാത്തി പരത്തിയിട്ട് ഉണ്ടാക്കുമ്പോഴും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ടൈറ്റ് ആക്കി കൊടുക്കും. ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് റൗണ്ടാക്കി എടുക്കാം. റൗണ്ടിൽ വേണം, സ്ക്വയറിൽ വേണം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചപ്പാത്തി റെഡിയാക്കാം. ഇതുപോലെ റൗണ്ടാക്കി എടുക്കണ്ടേ. 3 എണ്ണം മാറ്റി വെച്ചിട്ട് ഒരെണ്ണം പരത്തി എടുക്കാം. ഒരെണ്ണം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തു. ഇനി നമുക്ക് റെഡിയാക്കാം ചപ്പാത്തി. പാൻ നല്ലോണം ഹീറ്റ് ആകുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം കുറേശ്ശെ റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഒന്നും കൂടി ആയതിൻ്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കിക്കോളൂ. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. 2 ഭാഗം നല്ലോണം റെഡിയാക്കി എടുക്കണം. ഒരെണ്ണം റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. അതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം എത്ര സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ, ചപ്പാത്തി ഉണ്ടല്ലേ എത്ര സോഫ്റ്റാണ്. അത്രയ്ക്കും സോഫ്റ്റാട്ടാ. നമുക്ക് പൊറോട്ടയൊക്കെ ഉള്ള പോലെ തന്നെ ഉണ്ടാവും. ലെയറായിട്ട് കിട്ടും കേട്ടാ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുഴച്ച് നോക്കൂടെ. ചപ്പാത്തിക്ക് പുളി ഒന്നും വരില്ല. അത് കാരണം എടുത്ത് പറഞ്ഞ് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാനായിട്ട്. എത്ര നേരം കഴിഞ്ഞാലും ഈ സോഫ്റ്റിൽ തന്നെ ചപ്പാത്തി ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.